Good morning to you all. ചായ കുടിച്ച് വളരെ എനർജറ്റിക് ആയിട്ട് ഗുഡ് മോർണിംഗ് പ്രതീക്ഷിച്ചതാണ്. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആണോ? ഹാപ്പി ആണോ? Are you happy? Yes, sir. Great. നമ്മൾ കാലത്ത് എഴുന്നേറ്റുടനെ ഞാൻ എന്നോട് ചോദിക്കുന്ന 3 വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ആ 3നും എപ്പോഴൊക്കെയാണോ യെസ് എന്ന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളത്, ആ ദിവസം ഞാൻ വളരെ എനർജറ്റിക്കായി എനിക്കിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. എപ്പോഴാണോ ആ 3 ചോദ്യങ്ങൾ ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ അത് ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം യെസ് എന്നല്ലാതാവുന്നത്, അന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഏതോ ഒരു കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ദിനമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 3 കാര്യങ്ങൾ പറയാം. എഴുന്നേറ്റ ഉടനെ ഞാൻ ആദ്യം എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, am I alive? Am I alive? ഞാൻ ജീവനോടെ ഉണ്ടോ? ആ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കാൻ എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, ഈ ലോകത്തിന്റെ കിടുകിടപ്പിച്ച കൊറോണ എന്നെയും കിടുകിടപ്പിച്ചു. അതിലെനിക്ക് നഷ്ടമായത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി അങ്ങേയറ്റം വളരെ തണലമായി നിന്ന എന്റെ ഭാര്യ പിതാവിനെ എനിക്കത് നഷ്ടമായി. അവയെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് കോവിഡ് എന്നെ പിടിക്കുന്നത്. ഏകദേശം 1.5 മാസത്തിൽ കൂടുതൽ അതിന്റെ ദുരിതം അനുഭവിച്ചിരിക്കുകയാണ്. മണമറിയാതെ, രുചിയറിയാതെ ശ്വാസമകത്തെടുത്താൽ അങ്ങേറ്റം ചുമ വരും, ഓക്സിജൻ കുറയും, പതുക്കെ മയക്കം വരുന്നൊരു ഫീലുണ്ടാവും, ശരീരത്തിൽ കിടക്കാൻ പറ്റില്ല, ചുമയാണ്. അങ്ങനെ ക്വാറന്റൈനിൽ പോകണം. പക്ഷെ കൊച്ചുകുട്ടിയായിരുന്നു, മകൾക്ക് വലിയ വാശിയാണ് അച്ഛൻ്റെ അടുത്ത് വരണം. പക്ഷെ ഇത് ഭാര്യ വളരെ മികച്ച രീതിയിൽ മാനേജ് ചെയ്തു. കോവിഡ് ബാധിതനായ ഞാനും കുട്ടിയും എല്ലാം കൂടി തന്നെയായിരുന്നു. അന്നേരം പറഞ്ഞാണെങ്കിൽ പോലീസിനെ വിളിച്ചുകൊണ്ട് പോയതോ എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കണ്ണിങ്ങനെ അടയുന്ന സമയത്ത് എന്റെ മകളങ്ങനെ നിഷ്കളങ്കമായി ഉറങ്ങുന്നത് കാണാം. ഒരുപക്ഷെ ഭാര്യ ക്ഷീണിച്ച് ഉറങ്ങുന്നുണ്ടാവും, കണ്ണിങ്ങനെ അടഞ്ഞു പോകും. അപ്പം മനസ്സിലൊരു പ്രാർത്ഥനയുള്ളൂ, ഇവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയണം. കാരണം ആ കണ്ണടയിൽ എനിക്ക് തുറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിന്തകൾ പറയും, ഓർമ്മകൾ പറയും. പക്ഷെ ഏതോ ഒരു സന്ദർഭത്തിൽ കണ്ണ് തുറക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ഞാൻ മരിച്ചിട്ടില്ല, ജീവനോടെ ഇല്ല. അത് എനിക്ക് വലിയ പാഠമാണ്. ഈ ലോകത്ത് ഏറ്റവും മികച്ച ഭാഗ്യം എന്നത് ഉറങ്ങാൻ കിടക്കുന്നു. അതല്ലെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഈ ഒരു ലോകത്ത് നാം ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. സോ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, കാലത്ത് എഴുന്നേറ്റ് ഉടനെ am I alive? ചോദിക്കുന്നു. ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. അടുത്ത ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, am I safe? നമ്മൾ സേഫ് ആണോ? ആണല്ലോ. നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, am I safe? നോക്കുന്ന സമയത്ത് നല്ല ബലമുള്ള കെട്ടിടം, നല്ല പുറത്ത് ചൂടുണ്ട്, അകത്ത് AC, നമ്മളൊരു ചായ കുടിച്ചു, ചിലരെങ്കിലും കടിയൊക്കെ കഴിച്ച് നമ്മൾ വളരെ റിലാക്സ് ആയിരിക്കുന്നു. നമ്മൾ സേഫ് ആണ്. ഇത്തരത്തിൽ സേഫ് അല്ലാത്ത ഒട്ടനവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നാം ചോദിക്കേണ്ടത് am I safe? യെസ് എന്നാണ് ഉത്തരവെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. Third question, am I okay? ഞാൻ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, am I okay? യെസ് എന്നാണ് ഉത്തരവെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എന്നാൽ ഈ ഓക്കെ ശാരീരികമായോ മാനസികമായോ പ്രശ്നങ്ങളില്ലാതെ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ ഞാൻ ഓക്കെയാണ്.
ഈ മൂന്നിനും നിങ്ങൾക്ക് യെസ് എന്നാണ് ഉത്തരമെങ്കിൽ you are the most luckiest person on this planet earth, no doubt. നിങ്ങൾ തിരിച്ചറിയുക, ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി യെസ് എന്ന ഉത്തരം പറയാൻ കഴിയാത്ത വലിയൊരു വിഭാഗം ജനം ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഈ പ്രപഞ്ചത്തിൽ പുല്ലായോ പുഴുവായോ കൃമിയായോ കീടമായോ മറ്റെന്ത് ജീവിയായും സൃഷ്ടിക്കാമായിരുന്ന ഈ പ്രപഞ്ച സൃഷ്ടാവിന് നമ്മളോടെന്തോ പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടിയിലെ മികച്ച സൃഷ്ടിയായ ഒരുപക്ഷെ ഈശ്വരനെ പോലും തോൽപ്പിക്കാൻ കഴിവുള്ള കരുത്തും മാനസികമായ ആ ഊർജവും ഉൾക്കൊള്ളുന്ന വലിയൊരു ജീവിയായി ആ ജീവിയെ പ്രപഞ്ചം സൃഷ്ടിച്ചത്. ആ ജീവിയുടെ പേരാണ് മനുഷ്യൻ. ആ മനുഷ്യ രൂപത്തിലും ഭാവത്തിലുമാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഞാനും നാം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് എന്തിനെ കണ്ടാലും പകച്ചു പോകേണ്ടവരല്ല നമ്മൾ. പകച്ചു പോകേണ്ട ആവശ്യമില്ല. ഈ പ്രപഞ്ചത്തിൽ സദാ പ്രശ്നങ്ങളുണ്ടാവും. അത് പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ നിയമമാണ്. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ജീവിതത്തിൽ ഞാൻ ഏതൊന്നിനെയും ഭയപ്പെടാതെ, ഏതൊന്നിനു മുൻപിലും തലമുടിക്കാതെ, എത്ര വലിപ്പമുള്ള ഒരു ചലഞ്ചാണെങ്കിലും ആ ചലഞ്ചിനെ മറികടന്ന് ഞാൻ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടാവണമെങ്കിൽ നമ്മളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം. അതിൽ പല ചാലഞ്ചസ് വരുന്ന സമയത്ത് മനസ്സ് തളരാതിരിക്കാൻ ഞാൻ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യമെല്ലാം മനസ്സത് പറയാൻ, മനസ്സത് പഠിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. അല്പനേരം കണ്ണാടിയിൽ നമ്മുടെ പ്രതിരൂപത്തെ നോക്കുക. ഞാൻ എന്നോട് തന്നെ പറയും, മോനെ, നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ. നിന്നെ പോലെ ഈ പ്രപഞ്ചത്തിൽ നീ മാത്രമേ ഉള്ളൂ. ഇന്നലെകളിൽ നിന്നെ പോലൊരാൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നീയുണ്ട്. നാളെ നിന്നെ പോലൊരാളെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുകയുമില്ല. നിനക്ക് തുല്യൻ നീ മാത്രമാണ്. നാം പറയേണ്ടത് നമുക്ക് തുല്യം നമ്മൾ മാത്രമാണ് എന്ന ആ പ്രപഞ്ച രഹസ്യം, പ്രപഞ്ച സത്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെയുള്ള എല്ലാവരും നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. ഞാൻ ഈ പറയുന്ന ശാസ്ത്രമാണ്. ലോകത്ത് നാം മനുഷ്യ കുഞ്ഞായി പിറവിയെടുക്കുന്നതിന് മുമ്പ് വലിയൊരു മത്സരത്തിന്റെ ഭാഗമായിരുന്നു. ആ മത്സരം അച്ഛനിൽ നിന്നും അമ്മയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. നമ്മളെപ്പോലെ തന്നെ മനുഷ്യ കുഞ്ഞുങ്ങളായി അമ്മയുടെ ഉദരത്തിൽ വളർന്ന 10 ചാന്ദ്രമാസങ്ങൾ കഴിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരാൻ കഴിയുമായിരുന്ന 10,000-കണക്കിന് മത്സരാർത്ഥികൾ നമ്മളോടൊപ്പം മത്സരിച്ചു. ആ 10,000-കണക്കിന് മത്സരാർത്ഥികളെ പരാജയപ്പെടുത്തി വിജയശ്രീലാളിതനായി അമ്മയുടെ ഉദരത്തിൽ 10 ചാന്ദ്രമാസങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഏത് തരത്തിലുള്ള പ്രതിബന്ധത്തെയും പ്രതിസന്ധിയെയും നേരിടാനുള്ള കരുത്താവാഹിച്ചിട്ടാണ് നാം ഓരോ വ്യക്തിയും മനുഷ്യ കുഞ്ഞായി പിറവിയെടുത്തത്. ഇവിടെയാണ് നാം പരാജയപ്പെട്ടു പോകുന്നത്. പ്രപഞ്ചം നമുക്ക് അനുകൂലമാണ്, പ്രകൃതി നമുക്ക് അനുകൂലമാണ്, എന്നിട്ടും നാം പരാജയപ്പെട്ടു പോകുന്നുവെങ്കിൽ ഒരൊറ്റ കാരണമാണ്. അതിന്റെ പേരാണ് മനോഭാവം. നമ്മളെ പരാജയപ്പെടുത്തുന്നത് നമ്മുടെ മനോഭാവമാണ്. ഒരു വ്യക്തി പരാജയപ്പെട്ടു പോകുന്നുവെങ്കിൽ അവൻ ജന്മം കൊണ്ടല്ല, രൂപം കൊണ്ടല്ല, ഭാവം കൊണ്ടല്ല, മറിച്ച് ഒരു വ്യക്തി പരാജയപ്പെട്ടു പോകുന്നത് അവന്റെ മനോഭാവം കൊണ്ടാണ്. ഏതൊരു വ്യക്തിക്കാണ് ശരിയായ മനോഭാവം ഇല്ലാത്തത്, ആ വ്യക്തിക്ക് പരാജയം സംഭവിക്കും. നാം നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് മികച്ച മനോഭാവം ഉണ്ടാവണം. മികച്ച മനോഭാവം ഉണ്ടാവണമെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടാവും, മനസ്സിനകത്തൊരു യുദ്ധം ഉണ്ടാവും. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇത് ചെയ്യണോ വേണ്ടേ എന്ന് മനസ്സ് പലവട്ടം ആവർത്തിക്കും, പലവട്ടം നമ്മളോട് ചോദിക്കും. ചോദിക്കുന്ന സമയത്ത് എന്ന് എപ്പോൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൃത്യമായി തീരുമാനമെടുക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാവണം. നിങ്ങളുടെ മനസ്സ് ശാന്തമാവണമെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, നന്മയെ കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങളോട് ദ്രോഹം ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരോട് നിങ്ങൾക്ക് നന്മയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. പലപ്പോഴും ദേഷ്യം വരും, പകരം വീട്ടാൻ തോന്നും. ശക്തമായി നാമം ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ സർവശക്തിയും എടുത്ത് അവരെ ധ്വംസം ചെയ്യാൻ തോന്നും. അപ്പോൾ മനസ്സിനോട് പറയണം, അത് നീ ചെയ്യേണ്ട ക്രമമല്ല. നിന്നെ എതിർക്കുന്നവരെ, നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നശിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയുള്ളത്. പ്രപഞ്ചം നോക്കിക്കോളും. നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്, ആ പ്രവർത്തനങ്ങളുമായിട്ട് നാം മുന്നോട്ട് പോവുക, നന്മകൾ മാത്രം ചെയ്യുക.
ഒരിക്കൽ ഒരു ഗുരു അദ്ദേഹത്തിന്റെ സന്ധ്യാവന്ദനത്തിനായി പുഴയിൽ കുളിക്കാനിറങ്ങി. പുഴയിൽ കുളിച്ച് അദ്ദേഹം മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു മരത്തിൽ നിന്ന് താഴെ വീണ തേൾ കിടന്ന് പിടയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ തേളിനെ രക്ഷിക്കാനായി കൈകൊണ്ടുപോയി കരയിലേക്ക് എറിയാനായിട്ട് ശ്രമിച്ചു. കരയിലേക്ക് എറിയാനായി ശ്രമിച്ച സമയത്ത് ആ തേൾ അദ്ദേഹത്തെ കടിച്ചു. ആ തേളിനെ കടിയേറ്റ് അദ്ദേഹം വേദന കൊണ്ട് തുടഞ്ഞ് ആ തേളിനെ വീണ്ടും വെള്ളത്തിലേക്ക് വീണു. വീണ്ടും അദ്ദേഹം പലപോലും ശ്രമിച്ചു. അവസാനം അതിനെ കരയിൽ എത്തിച്ചു. പക്ഷെ ഓരോ തവണ അദ്ദേഹം അത് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും തേൾ അദ്ദേഹത്തെ കടിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് ബോധക്ഷയമുണ്ടായി. ആശ്രമത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കൊണ്ടുപോയി പച്ചമരുന്നെല്ലാം വെച്ച് കെട്ടി. അദ്ദേഹം ആ മയക്കത്തിൽ നിന്നും തെളിഞ്ഞു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ ഗുരുനാഥ, ആ തേള് അങ്ങേ ഇത്ര വട്ടം കടിച്ചിട്ടും അങ്ങ് ആ തേളിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ താങ്കൾ അതിനെ ജീവനാണ് രക്ഷിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും ആ തേള് അങ്ങയെ ഉപദ്രവിക്കുകയല്ല ചെയ്തത്. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തേള് ചെയ്തത് തേളിന്റെ സ്വഭാവമാണ്, ഞാൻ ചെയ്തത് എന്റെ സ്വഭാവമാണ്. നാം നമ്മുടെ സ്വഭാവത്തിലാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. നമ്മളോട് ആര് ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും നമ്മളെ കടിക്കുന്നത് തേളാണെങ്കിലും അതിനെ തിരിച്ചു കടിക്കുന്നത് മനുഷ്യ സ്വഭാവമല്ല. പ്രത്യേകിച്ച് ഈ പ്രപഞ്ചത്തിലെ മാനവരാശി നിലനിൽക്കാൻ കാരണമായി ആ മാനവരാശിയുടെ മികച്ച നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന ഈ ഭൂമിയിലെ മാലാഖമാരായ എന്റെ കുഞ്ഞനിയന്മാരോടും അനിയത്തിമാരോടും പറയാനുള്ളത് ഒന്നേയുള്ളൂ. നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്ന ഏറ്റവും മാരകമായ വിഷം ഒരുപക്ഷെ ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ വിഷം ഉള്ളത് മനുഷ്യ മനസ്സിലാണ്. മനുഷ്യ മനസ്സിലാണ് ഏറ്റവും വലിയ വിഷമുള്ളത്. ആ മനുഷ്യ മനസ്സിലുള്ള വിഷം നാം പുറത്തേക്ക് കളഞ്ഞാൽ നമ്മുടെ മനസ്സിന് പരിഭ്രമമുണ്ടാവും. നമ്മളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് ആനന്ദമുണ്ടാക്കും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ കുറച്ചു സമയമെങ്കിലും ധ്യാനത്തിലിരിക്കാൻ പറയുന്നത്. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ, നമ്മളുടെ നന്മയെയും തിന്മയെയും തിരിച്ചറിയാൻ, നമ്മുടെ പ്രവൃത്തികളെ കുറിച്ച് കൃത്യമായി വിശകലനം നടത്താൻ നാം ശാന്തമായിരിക്കുമ്പോൾ അതിന് സാധിക്കും. കാരണം മനുഷ്യ മനസ്സിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നത് 60,000 വ്യത്യസ്ത ചിന്തകളാണ്. എത്ര ചിന്തകളാണ്? 60,000 വ്യത്യസ്ത ചിന്തകളാണ്. ഇതിൽ ചില ചിന്തകൾ നമ്മളെ നല്ലതായി ഭവിക്കുമ്പോൾ ചില ചിന്തകൾ നമ്മളെ നശിപ്പിക്കാനായി കടന്നുകൂടുന്നതാണ്. അതുകൊണ്ട് ചിന്തകളെ കൃത്യമായി തിരിച്ചറിയാൻ, നല്ലതിനകത്തേക്ക് എടുക്കാനും ആവശ്യമില്ലാത്തതിനെ നമുക്ക് തിന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചിന്തകളെ നാം പുറത്തേക്ക് കളയേണ്ടതുണ്ട്. അതിന് അല്പസമയമെങ്കിലും നാം ധ്യാനത്തിലിരിക്കേണ്ടതുണ്ട്. നാം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കേണ്ടതുണ്ട്. അതിന് ഏതെങ്കിലും മരച്ചുവട്ടിലിരിക്കണമെന്നോ അടച്ചിട്ട മുറിയിലിരിക്കണമെന്നോ അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അതൊരു ശീലമാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ പതിയെ 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 നിങ്ങളുടെ മനസ്സ് ശാന്തമായി തുടങ്ങും. എപ്പോഴും മനസ്സിനെ ശാന്തമാക്കിയിരിക്കാൻ നിങ്ങൾ ശീലിക്കുക. മറ്റൊന്ന്, ഒരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ എപ്പോഴാണോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ നാം അമിതമായി മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്ത് അവരെന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് കരുതി അവർക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്യുന്നത്, ഒരു സമയം അവർ നമ്മളെ തൃണവൽക്കരിക്കുമ്പോൾ, കരവേപ്പില പോലെ എടുത്ത് പുറത്തിടുമ്പോൾ, നമുക്ക് നൽകേണ്ട പ്രാധാന്യം നൽകാതെ വരുമ്പോൾ നാം ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാവും. ഈ മനുഷ്യരാശിയിൽ ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് അവൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. ഈ ലോകത്ത് ഒരു മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്നതും ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്നതും ഒരേപോലെ ദുരന്തമാണ്. പ്രകൃതി ദുരന്തങ്ങളോ, അതുമല്ലെങ്കിൽ മറ്റു യുദ്ധങ്ങൾ മൂലമുണ്ടാവുന്നതോ, അതുമല്ലെങ്കിൽ മാറാ രോഗങ്ങൾ വരുന്നതോ, മാരകമായ പകർച്ചവ്യാധി വരുന്നതോ ഒന്നുമല്ല ദുരന്തം. മറിച്ച് നാം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, നമ്മുടേതെന്ന് നാം കരുതുന്ന വ്യക്തികൾ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന വേദന. അതുകൊണ്ടാണ് ഈ ടീനേജിലുള്ള പല കുട്ടികളും
അവരുടെ സമനില തെറ്റിപ്പോകുന്നത്. എന്റെയാണെന്ന് വിശ്വസിച്ച്, എന്റെയാണെന്ന് വിശ്വസിച്ച്, എന്റെ ജീവിതത്തിൽ എന്തുണ്ടാവുമെന്ന് വിശ്വസിച്ച് ആ വ്യക്തിയെ മനസ്സിലേക്കുമ്പോൾ, അവനാണ് എന്റെ എല്ലാം എന്ന് കരുതുമ്പോൾ, ഒരു ദിവസം ആ വ്യക്തി ഇല്ലാതെയാവുമ്പോൾ, ജീവിതത്തിൽ അവൻ നിന്നെ വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ, ആ കുട്ടി തളർന്നു പോകുന്നതും തകർന്നു പോകുന്നതും അതുകൊണ്ടാണ്. സാധാരണ പറയുന്നുണ്ട്, പ്രണയിച്ചിട്ടാണ് ഉണ്ടായത്. ഒരിക്കലും പ്രണയം എന്നുള്ള ആ വ്യക്തി മോശമല്ല, പ്രണയിക്കുന്നതും തെറ്റല്ല. പക്ഷേ നാം പ്രണയിക്കുന്ന വ്യക്തി അതിന് അർഹനാണോ എന്ന് ആദ്യം പറയണം. നമ്മുടെ സ്നേഹം അത് യഥാർത്ഥത്തിലുള്ള വില കിട്ടുന്നുണ്ടോ എന്ന് നാം തിരിച്ചറിയണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാൻ വേണ്ടി മാത്രമാവരുത്, നിങ്ങൾക്ക് ആത്മസംതൃപ്തി നൽകുന്നതാവണം. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ, എങ്ങനെയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രത്യേകതയായി ഇന്നും നിലനിൽക്കുന്ന മനസ്സിനെ നമുക്ക് നല്ല സുഹൃത്താക്കാം? അതുകൊണ്ടാണ് 5200 വർഷങ്ങൾക്ക് മുമ്പ് അതിമനോഹരമായ ഒരു കൗൺസിലിംഗ് സെഷൻ നടന്നു. ഞാൻ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച കൗൺസിലർ, ഏറ്റവും മികച്ച മനഃശാസ്ത്രജ്ഞൻ, തീർച്ചയായും ഇന്ന് അഭിമാനത്തോടുകൂടി തന്നെ പറയാം, കഴിഞ്ഞ 15 വർഷത്തിലേറെ, അതല്ലെങ്കിൽ 1.5 പതിറ്റാണ്ടിലേറെ, ഏകദേശം 1.5 ലക്ഷത്തോളം വ്യക്തികളുമായി സംബന്ധിച്ച് 1500 വേദികളിൽ സംസാരിച്ച് പലപ്പോഴും പറയുന്നതുണ്ട്, പാർത്ഥസാരഥി ആ പേര് അന്വർത്ഥമാണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള മനഃശാസ്ത്രജ്ഞൻ, ഏറ്റവും മികച്ച ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച മനഃശാസ്ത്രജ്ഞൻ 5200 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ കഴിവുണ്ടായിട്ടും ദേവേന്ദ്രന്റെ പുത്രനായിട്ട് പോലും ഗാന്ധാവനത്തിനാൽ വിജയാക്കിയതുകൊണ്ട് അഗ്നി ഭഗവാൻ ഗാന്ധികമെന്ന് വിധ കൊടുത്തിട്ടുള്ള സാക്ഷാൽ അച്ഛനെയും കൊടിയടയാളമായിട്ടുള്ള ശ്രീമദ് നാരായണൻ അവതാരമെടുത്ത് ശ്രീകൃഷ്ണനായി തേര് ധരിച്ചിരുന്ന അർജുനനെന്ന് തളർന്നിരുന്നു പോയത് ശാരീരികമായി അദ്ദേഹത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, ഏറ്റവും മികച്ച യോദ്ധാവാണെന്ന് തെളിയിക്കുന്നത് കൊണ്ടാണ്. ലോകത്തിന്റെ പിതാവ് എന്ന് പറയുന്ന പശുപതി എന്ന സാക്ഷാൽ പരമശിവനോട് യുദ്ധം ചെയ്ത് പാശ്വദാസ്ത്രം സ്വന്തമാക്കിയ അർജുനൻ ദുർദ്ധത്തിൽ തളർന്നിരുന്നു പോയത് ശാരീരികമായി തളർന്നതുകൊണ്ടല്ല, മറിച്ച് മാനസികമായി തളർന്നതുകൊണ്ടാണ്. ഏതൊരു വ്യക്തിയും പരാജയപ്പെടുന്നത്, ഏതൊരു വ്യക്തിയും തളരുന്നത് ശാരീരികമായി തളരുമ്പോഴല്ല, മറിച്ച് മാനസികമായി എപ്പോഴാണ് ഒരു വ്യക്തി തളരുന്നത്, അവൻ പൂർണ്ണമായിട്ടും തളർന്നു പോകും. അങ്ങനെ തളർന്നിരുന്ന അർജുനന് ശ്രീ അതിമനോഹരമായ ഒരു കൗൺസിലിംഗ് നടത്തി. അതാണ് ഭഗവത്ഗീത. അതിൽ ഭഗവാൻ മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലയോ അർജുന, നിന്റെ കൈവശമുണ്ട് മനസ്സാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല സുഹൃത്ത്. ഒപ്പം ആ മനസ്സിനെ ശരിയായ രീതിയിൽ നാം ഉപയോഗിച്ചില്ലെങ്കിൽ, അതിനെ ശരിയായ രീതിയിൽ പഠിപ്പിച്ചില്ലെങ്കിൽ, അതൊരു ശത്രുവായിട്ട് മാറുകയും ചെയ്യും. ഇന്ന് എന്നെ കേട്ടിരിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് സുഹൃത്തായി പെരുമാറുന്നുവോ, അതോ നിങ്ങളുടെ മനസ്സ് ശത്രുവിനെ പോലെ പെരുമാറുന്നുവോ? അത് സുഹൃത്തായിട്ട് പെരുമാറുന്നുവെങ്കിൽ അതിനെ പ്രഘോഷിപ്പിക്കുക. മറിച്ച് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ശത്രുവിനെ പോലെ പെരുമാറുന്നുവെങ്കിൽ ഉടനടി നിങ്ങൾ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. എന്റെ മനസ്സിന്റെ ചിന്താരീതി, എന്റെ മനസ്സിന്റെ പ്രവർത്തനം അത് ശരിയായ രീതിയിലല്ല പോകുന്നത്, അതുകൊണ്ട് ഞാൻ മാറ്റേണ്ടിയിരിക്കുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഇത് മാറ്റാൻ സാധിക്കും? അസോസിയേഷൻ. ഏതാ അസോസിയേഷൻ? എന്താ ഈ അസോസിയേഷൻ എന്ന് വെച്ചാൽ? അല്ലെ, പുറത്തിറങ്ങി കണ്ടു കഴിഞ്ഞാൽ ആ ഈ നമ്മുടെ കോട്ടയുടെ മൈതാനത്തിന് ചുറ്റുമുള്ള ഗ്രില്ലെല്ലാം പല നിറത്തിലുള്ള അടയാളത്തിലുള്ള പല കൊടികളും കാണും. എല്ലാം ഓരോ അസോസിയേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതാണോ ആ അസോസിയേഷൻ? ആണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ആരുമായി കൂട്ടുകൂടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങൾ സത്സംഗങ്ങൾ ഉണ്ടാവണം. സത്സംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് സ്വാത്മാരെടുത്തിരിക്കൽ മാത്രമല്ല സത്സംഗം. നല്ല മനുഷ്യരുമായി നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കണം. നല്ലത് പറയുന്ന ആളുകളുമായി ഇടപെടാൻ സാധിക്കണം. പോസിറ്റീവായ കാര്യങ്ങൾ പറയുന്ന ആളുകളുമായിട്ട് നിങ്ങൾ ഇടപെടണം. അതിന് ദേവർഷിയായ നാരദൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, എന്താണ് സത്സംഗത്തിന്റെ പ്രാധാന്യം? സത്സംഗം എന്നാൽ തന്നെയുണ്ട്. സത് എന്ന് വെച്ചാൽ നല്ലത്, സംഘം എന്ന് വെച്ചാൽ കൂട്ടായ്മ. അപ്പൊ ഈ നല്ല കൂട്ടായ്മകളുടെ പ്രാധാന്യം എന്താണ് എന്ന് അദ്ദേഹം മഹാവിഷ്ണുവിനോട് ചോദിച്ചു. അതിന് മഹാവിഷ്ണു പറഞ്ഞു, ഞാനത് പറഞ്ഞാൽ അത് മതിയാവില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം, വനത്തിലെ
അത്തിമരത്തിലൊരു പുഴുവുണ്ട്. ആ പുഴുവിനെ കണ്ടെത്തണം. എന്നിട്ട് ആ പുഴുവിനോട് ചോദിക്കണം, എന്താണ് സത്സംഗത്തിന്റെ പ്രാധാന്യം. അങ്ങനെ നാരദൻ ആ പുഴുവിനെ കണ്ടെത്തി. എന്നിട്ട് ആ പുഴുവിനോട് ചോദിച്ചു, അല്ലയോ പുഴു, എന്താണ് സത്സംഗത്തിന്റെ പ്രാധാന്യം? ഇത് കേട്ടപാടെ ആ പുഴു നാരദനെ നന്നായിരുന്നു കണ്ണും കുരുട്ടി താഴെ വീണു ചത്തു. നാരദൻ ഉള്ളിൽ ചെറിയൊരു ശങ്കം, ചെറിയൊരു നല്ല ലക്ഷണമല്ലല്ലോ എന്ന് ചോദിച്ചപാടെ ആ പുഴു ഉത്തരം പറയുന്നതായിരുന്നു. പക്ഷെ ആ പുഴു ചത്തുവാണത് ചെയ്തു. അതായത് ഈ അനുഭവം ചെന്ന വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനോട് അധികം ഒരു കാര്യം ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, ജനകപുരിയിലെ കർഷകന്റെ തൊഴുത്തിൽ പൂവാലി പശു ഒരു കിടാവിന് ജന്മം കൊടുത്തിട്ടുണ്ട്. ആ പശുക്കിടാവിനോട് ചെന്ന് ചോദിക്കൂ, എന്താണ് സത്സംഗം? അത് പറഞ്ഞു. അങ്ങനെ ആ പശുക്കിടാവിനെ അന്വേഷിച്ച് നാരദൻ യാത്ര തിരിച്ചു. അങ്ങനെ കർഷകന്റെ തൊഴുത്തിൽ ചെന്നു ആ പശുക്കിടാവിനെ കണ്ടു. പശുക്കിടാവിന്റെ അടുത്ത് ചെന്നു വളരെ സ്നേഹവാത്സല്യത്തോടെ അതിന്റെ തലയിലൊക്കെ ഒന്ന് തടവി കൊടുത്തുകൊണ്ട് പതുക്കെ നാരദൻ ചോദിച്ചു, അല്ലയോ പശുക്കിടാവേ, എന്താണ് സത്സംഗത്തിന്റെ പ്രാധാന്യം? ഇത് കേട്ടപാടെ പുഴു എന്താണോ ചെയ്തത് അത് തന്നെ പശുക്കിടാവും ചെയ്തു. ഇതുകൂടി കേട്ടതോടുകൂടി വല്ലാത്ത ഭയം തോന്നി. വീണ്ടും വിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ്? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ആ പുഴു ചത്തു, ഇവരെ പശുക്കിടാവും ചത്തു. ഇതാണ് ഒരു പരീക്ഷണം കൂടി, എന്തായാലും ഉത്തരം കിട്ടും. അദ്ദേഹം ഉടനെ വീണ്ടും പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ശത്രുക്കളാൽ ഭയക്കുന്ന വളരെ വീരശൂര പരാക്രമിയായിട്ടുള്ള വീരവർമ്മൻ എന്ന രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് ചെന്നത്. അദ്ദേഹത്തിന്റെ രാജ്ഞി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞിനോട് ചോദിച്ചാൽ മതി, എന്തായാലും കാര്യം തീരുമാനമാവും. രാജാവിന്റെ കുഞ്ഞായി എടുത്തെങ്ങാനും കുഞ്ഞു പോയാൽ തീരുമാനമായി. കാരണം കുറെ കാലം കുട്ടികളില്ലാതെ അദ്ദേഹത്തിന് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്ഞി പ്രസവിച്ചിട്ടുള്ളത്. നാരദനെ കണ്ടുപാടെ ആ മഹാരാജാവിന്റെ സന്തോഷമായി അദ്ദേഹം സകല മര്യാദകളോടൊന്നും സ്വീകരിച്ച് അദ്ദേഹത്തിന് എത്തിയിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ അങ്ങ് പേരിടണം. അപ്പൊ തന്നെ നാരദൻ മനസ്സിൽ പറഞ്ഞു, എന്റെ കാര്യം പോകാം. കാരണം എന്റെ കയ്യിലുള്ളപ്പോഴാണ് ഈ കുഞ്ഞിന് സംഭവിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. അങ്ങനെ ആ സമയമായി കുഞ്ഞിനെ കൊണ്ടുവന്നു. കുഞ്ഞു വല്ലാതെ കരച്ചിലാണ്. അപ്പൊ ആ ഇതിനിടയ്ക്ക് അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലയോ കുമാരാ, എന്താണ് സത്സംഗത്തിന്റെ പ്രാധാന്യം? അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നത്, കരച്ചിൽ മാത്രമേ മറ്റുള്ളവർ കേൾക്കുന്നുള്ളൂ. അപ്പൊ ആ കുഞ്ഞ് മറുപടി പറഞ്ഞു, അല്ലയോ ദേവഋഷേ, ഞാൻ പുഴുവായിരുന്നു. എത്രയോ ജന്മങ്ങൾ ഞാൻ താക്കണമായിരുന്നു ഒരു പശുക്കിടാവെത്താൻ. അങ്ങയുടെ സാമീപ്യം എന്നെ അതെല്ലാം ബൈപ്പാസ് ചെയ്ത് എത്രയോ ജന്മങ്ങൾ മറികടന്ന് എനിക്കൊരു പശുക്കിടാവാൻ അങ്ങ് അനുഗ്രഹിച്ചു. വീണ്ടും അങ്ങയുടെ ദൃഷ്ടിയുണ്ടായി. ആ പശുക്കിടാവിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്താൻ എത്രയോ സംവത്സരങ്ങൾ ഞാൻ കാത്തിരിക്കണമായിരുന്നു. പക്ഷേ അങ്ങയുടെ ആ ദൃഷ്ടി, അങ്ങയുടെ സാമീപ്യം, ഇതാ ഞാൻ മനുഷ്യക്കുഞ്ഞായി ഞാൻ ജന്മപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായി. ഈ പറയുന്ന എനിക്ക് മനസ്സിലായോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എനിക്ക് മനസ്സിലായ ഒരു കഥ എനിക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ പറയാൻ അറിയില്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്ന കാര്യം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണെങ്കിൽ രൂപം, മനുഷ്യരൂപം അതെല്ലാവർക്കും ഒരുപോലാണ്. ഹ്യൂമൻ അനാട്ടമി സെയിമാണ്. ഒരാളുടെ ഹൃദയം മറ്റൊരാളിൽ നിന്ന് നേരിട്ട് നിൽക്കുന്നതല്ല. മനുഷ്യന്റെ ഹൃദയമെല്ലാം ഒരുപോലെ, ഏകദേശം ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് അമേരിക്കൻ ആണെങ്കിലും ആഫ്രിക്കൻ ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും അതെല്ലാം ഒരുപോലാണ്. പക്ഷേ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരുടെയും മാനസിക സ്ഥിതി ഒരുപോലാണോ? ആണോ? കാലത്തുള്ള മാനസിക സ്ഥിതിയാണോ ഉച്ചയാവുമ്പോൾ? ഉച്ചയ്ക്കുള്ള മാനസിക സ്ഥിതിയാണോ രാത്രിയാവുമ്പോൾ? മനസ്സ് എന്നത് മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ മനസ്സ് എന്നത് നമുക്കറിയാവുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പൊ എങ്ങനെയായിരിക്കും മനസ്സുണ്ടായിട്ടുണ്ടാവുക? മനസ്സ് എന്നാൽ മനനം ചെയ്യാൻ കഴിവുള്ളതാണ്. മനസ്സിന്റെ പ്രാധാന്യം, മനസ്സിന്റെ പ്രത്യേകത മനസ്സിന് ചിന്തിക്കാനുള്ള കഴിവാണ്. ചിന്തിക്കാനുള്ള കഴിവാണ് മനസ്സിന് ആധാരമെങ്കിൽ ചിന്തിക്കാനുള്ള ശേഷിയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. അപ്പൊ
അപ്പൊ മറ്റു ജീവികളൊന്നും ചിന്തിക്കുന്നില്ലേ? മറ്റു ജീവികളൊന്നും ചിന്തിക്കുന്നില്ല. ഉണ്ട്, മറ്റു ജീവികൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇൻബിൽറ്റായി, അവർക്ക് ജനറ്റിക്കായി കൈമാറി വരുന്ന വിവരങ്ങളാണ്. ഒരു ആന നടന്നിരുന്ന ആനത്താരയിലൂടെ തന്നെ അവൻ വീണ്ടും വീണ്ടും നടക്കും. അതിനെയാണ് ആനത്താര എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു ഹൈവേ ഉണ്ടല്ലോ, നമുക്ക് ഹൈവേയിലൂടെ പോകുന്ന ആനക്കറിയില്ല. ആന ചെയ്യുന്നതേ ചെയ്യും, കാക്ക ചെയ്യുന്നതേ കാക്ക ചെയ്യും, പട്ടി ചെയ്യുന്നതേ പട്ടി ചെയ്യും. പക്ഷെ മനുഷ്യനോ വ്യത്യസ്തമായി ചെയ്യാൻ കഴിവുള്ള ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി. നാം ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മളെന്ന ഈ ശരീരം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ഏതോ മനുഷ്യന്റെ മനസ്സിലുള്ള ചിന്തകളുടെ പരിണത ഫലങ്ങളാണ്. ശരി ആണല്ലേ? നിങ്ങൾ ധരിച്ചിരിക്കുന്ന മനോഹരമായ വസ്ത്രം നമ്മുടെ ജന്മന വരുമ്പോൾ തന്നെ അങ്ങനെ ജനിച്ചു വന്നതാണ്. നിങ്ങളുടെ കയ്യിലെ വാച്ച്, ചിലർ ഉപയോഗിക്കുന്ന കണ്ണട, ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ശബ്ദം കൂടുതൽ നിങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്ന മൈക്രോഫോൺ, നമുക്ക് ചൂടുണ്ടാവുന്ന സമയത്ത് ചൂട് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന AC, വാഹനം നടന്നുപോയാൽ ഒത്തിരി സമയം എടുക്കും. ഇന്ന് എന്തെല്ലാം തരത്തിലുള്ള വാഹനങ്ങളാണ്, സൈക്കിൾ മുതൽ ജെറ്റ് വരെ. നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന നമുക്ക് ചുറ്റുമുള്ള ഓരോന്നും മനുഷ്യ മനസ്സിലൂടെ ഉടലെടുത്ത ചിന്തകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് മഹാനായ ഒരുപക്ഷെ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്, ഒരു വസ്തു 2 തവണ സൃഷ്ടിക്കപ്പെടുന്നു. അദ്ദേഹം ഒരു വസ്തു 2 തവണ സൃഷ്ടിക്കപ്പെടുന്നു. അതെങ്ങനെ ഒരു വസ്തു 2 തവണ സൃഷ്ടിക്കാൻ പറ്റൂ? അദ്ദേഹം പറഞ്ഞാൽ ശരി. ഒന്ന് മനസ്സിലും, 2 അത് നമ്മുടെ മനസ്സിന് വളരെ എളുപ്പമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് തീരുമാനിക്കാം നാളെ ഞാൻ എങ്ങനെയാവണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വ്യക്തി നാളെ ഈ ഭാരതം ഭരിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? എത്ര പേർ കരുതുന്നു എനിക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവാനുള്ള ആ കഴിവിലേക്കുണ്ടെന്ന്? എത്ര പേര് മനസ്സിൽ കാണും? ആ കഴിവുണ്ട് എന്ന് ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന ആരെങ്കിലും ഒന്ന് എഴുതിയിട്ടുണ്ട്? ഞാൻ മൈക്കിട്ട് ഞാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കില്ല. ഞാൻ സംസാരിച്ചിട്ട് മറ്റുള്ളവർ സംസാരിക്കും. ആർക്കെങ്കിലും അങ്ങനെ കരുതുന്നു? എത്ര പേരും പരസ്പരം സംസാരിക്കാനല്ല. Dear friends, നിങ്ങളെ ആരും തന്നെ പാർലമെന്റിലേക്ക് ആനയിച്ചിട്ടില്ല. നിങ്ങളെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടില്ല. ആരും തന്നെ നിങ്ങൾ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷേ ഈ 100 പേർക്കിടയിൽ നിന്ന് വെറുതെ ഒരു ചോദ്യം ചോദിച്ചേ ഉള്ളൂ. ആ ചോദ്യം പോലും മനസ്സുകൊണ്ട് നേരിടാൻ നമുക്ക് കഴിവില്ലാത്തതാണ് ഈ ഹാളുകാരൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഇതെല്ലാം വെറും ചോദ്യം, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ആരും എഴുന്നേറ്റ് നിൽക്കാത്തത്. ശരി ആണോ? നല്ലതോ? തലയാട്ടിയ പോലെ ഇതേപോലെ ഒരിക്കൽ നന്ദ മഹാരാജാവിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ച് ഒന്നുമില്ലാത്ത വളരെ സാധാരണക്കാരനായ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തന്റെ മുടി മാത്രം ഒന്ന് കുടഞ്ഞു വീണ്ടും കുടിച്ച് ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ് കൗടില്യൻ എന്ന ചാണക്യൻ. അദ്ദേഹം ആ നന്ദമഹാരാജാവിന്റെ ആ സാമ്രാജ്യത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടാണ് അദ്ദേഹം തിരിച്ചത്. ആ തിരിക്കുന്ന സമയത്ത് അദ്ദേഹം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ച രാജകുമാരൻ കളിക്കുന്നു. അവരെ കണ്ടെത്തണം. ആ യാത്രയിൽ ഒരു വളരെ ചെറിയ കുട്ടി, അവനെ അദ്ദേഹം കണ്ടെത്തുന്നു. ആ കുട്ടിയോട് ചോദിക്കുന്നു, എങ്ങനെ നിനക്ക് സാധിക്കും? എന്താണ് നിനക്ക്? വല്ലാത്തൊരു അഡ്മിനിസ്ട്രേഷൻ കഴിവുണ്ടായിരുന്നു. അവൻ എല്ലാവരെയും ചേർത്തുപിടിക്കാൻ കഴിവുള്ളവനായിരുന്നു. എന്തിനേയും പോസിറ്റീവായി കാണാൻ കഴിവുള്ളവനായിരുന്നു. ആ കളിയിൽ പരാജയപ്പെട്ടപ്പോഴും വിജയിച്ചവനെ അവൻ അനുമോദിച്ചു. അവനോട് ചോദിച്ചു, എന്താ നിനക്ക് വിജയിച്ചതിൽ നിനക്ക് തോറ്റുപോയില്ലേ? അതിന് നിനക്ക് വിഷമില്ലേ? അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കളി എന്നേക്കുമായിട്ട് അവസാനിക്കുന്നില്ലല്ലോ, ഒരു ദിവസം ഞാൻ ജയിക്കും. ആ പറഞ്ഞ വ്യക്തിയാണ് ലോകത്ത് ഒരിക്കലും പരാജയപ്പെടുത്താനാവില്ലെന്ന് വിശ്വസിച്ച്
ഗ്രേറ്റ് എന്ന് ലോകം വിശേഷിപ്പിച്ച അലക്സാണ്ടറുടെ പട ഭാരതത്തിൽ തെക്കോട്ട് വരുന്ന സമയത്ത് തന്റെ സാമ്രാജ്യത്തെ ഒരു ശക്തിയാലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഭാരതത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച് വലിയൊരു സൈന്യവുമായി യുദ്ധത്തിന് തയ്യാറായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ മണൽ കൂട്ടി കൊട്ടാരം നാക്കി കളിച്ച ചെറിയൊരു കുട്ടിയായിരുന്നു. അവന്റെ ഉള്ളിനുള്ളിലുള്ള ആ ആത്മബലം തിരിച്ചറിഞ്ഞ് അവന് വേണ്ടുന്ന പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു ചണക്യൻ. അങ്ങനെയാണ് മൗര്യ സാമ്രാജ്യത്തിന് തുടക്കമാവുന്നത്. നിങ്ങളുടെ ഉള്ളിലും അത്തരത്തിലുള്ള കത്തിജ്വലിച്ചു നിൽക്കുന്ന യോദ്ധാക്കളുടെ തിരിച്ചറിയണം. ആ അലക്സാണ്ടർക്കും ഒരിക്കലും ചന്ദ്രഗുപ്ത മൗര്യൻ എന്നുള്ള ഒരു യുദ്ധം ഉണ്ടായില്ല. അത് അതിന് മുമ്പേ തീർന്നു. കാരണം സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി അലക്സാണ്ടർ വിളിച്ച പോറസ് എന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് പുരുഷോത്തമൻ എന്ന. ആ പുരുഷോത്തമനുമായ യുദ്ധത്തോടുകൂടി അലക്സാണ്ടർ വലിയ മാറ്റമുണ്ടായി. രണ്ടു മക്കളെയും നഷ്ടപ്പെട്ടു. വീരശൂര പരാക്രമിയായ ആ യോദ്ധാവിനെ ജീവനോടെ വേണമെന്ന് അലക്സാണ്ടർ ആജ്ഞാപിച്ചു. കൊണ്ടുവന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് വേണ്ടത്. അദ്ദേഹം പറഞ്ഞു സർവ മര്യാദകളോടുകൂടി രാജാവായി സംസ്കരിക്കണം. അദ്ദേഹം പറഞ്ഞെന്താ? സർവ മര്യാദകളോടുകൂടി എന്നെ രാജാവായി സംസ്കരിക്കണം. അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്റെ മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ഞാൻ മരിക്കാൻ തയ്യാറാണ്. പക്ഷെ മരിക്കുന്നത് എന്തായിട്ടായിരിക്കും? തന്റെ അടിമയായിട്ടല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ രാജാവായിട്ടാണ്. അത്തരത്തിൽ മഹാന്മാരായ ഊർജ്ജസ്വലരായ നമുക്ക് മാതൃകളാവുന്ന ഒട്ടനവധി ഭാരതീയ പുത്രന്മാർ ജനിച്ച് മരിച്ച മണ്ണാണ്. ലോകത്തിലെ മറ്റേതൊരു ശക്തിക്കും ഏതൊരു സമയത്തും നമ്മുടെ സംസ്കാരത്തെ കീഴ്പ്പെടുത്താൻ കഴിയാതെ പോയതും നമ്മുടെ സംസ്കാരത്തിന്റെ വലിപ്പമാണ്. അതിന് കാരണം ഭാരതം എന്നത് അത്രമാത്രം മഹത്തായ രാജ്യവും സംസ്കൃതികളാൽ നിറഞ്ഞ ഒരു മണ്ണുമാണ്. അതുകൊണ്ടാണ് വൈദേശിക ശക്തികൾ ഇങ്ങോട്ട് വരുമ്പോൾ പോലും നമ്മുടെ കലകൾ, ഉദാഹരണത്തിന് മെഡിറ്റേഷൻ, ധ്യാനം എന്നത് ധ്യാനത്തിലൂടെ എന്തും നേടാൻ സാധിക്കുമെന്ന്, മാനസികമായി എത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവരിൽ. അതുപോലെ തന്നെ യോഗ പലതരത്തിലുള്ള നമ്മുടെ ആ സംസ്കാരത്തിന്റെ ഭാഗമായത് വൈദേശികം അവർക്ക് അനുകൂലമായിട്ട് തന്നെ ചെയ്തു. അതിന് ലോകം മുഴുവനും അത് പ്രാവർത്തികമായി പോകുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ധ്യാനത്തെ കുറിച്ച് നമ്മൾ പറയുന്നു, ഒരു 5 നിമിഷമെങ്കിലും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ, നമ്മുടെ മനസ്സിനകത്ത് നടക്കുന്ന യുദ്ധം, ആ പോർക്കളം കാണാൻ എത്ര പേർ സമയം എടുത്തുന്നു? നമുക്കതിന് സമയമില്ല. നാം ഇന്ന് ജീവിക്കുന്നതിന് പകരം ഒന്നുകിൽ ഇന്നലെകളിൽ അതല്ലെങ്കിൽ നാളെകളിൽ നാം എന്തെങ്കിലും നമുക്ക് ഈശ്വരൻ തന്ന, നമുക്ക് ഈ പ്രപഞ്ചം തന്ന, ഈ പ്രകൃതി തന്ന ശക്തിയെ കുറിച്ച് ചിന്തിച്ച് നാം അഭിമാനിക്കുന്നുണ്ടോ? നാം എപ്പോഴും ചിന്തിക്കുന്നത് എന്താണോ നമുക്ക് കിട്ടാതെ പോയത്, എന്താണോ നമ്മൾ ഇല്ലാതെ പോയത്, എന്തൊന്നാണോ നമുക്ക് അർഹതയില്ലാത്തത്, അതിനെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കിട്ടാത്തതിന്റെ വിഷമത്തിലാണ്. ശരിയല്ലേ? ആണല്ലേ? ഈ കുഴപ്പത്തിലേക്ക്, ഈ തരത്തിലേക്ക് നാം എത്താൻ കാരണം എന്താ കാരണം? നിങ്ങൾ ജന്മന ഇങ്ങനെ മുന്നോട്ട് വരാൻ പഠിക്കുന്ന, എന്നെ കൊണ്ട് ആവില്ല എന്ന് കരുതുന്ന ആളുകളായിരുന്നു നിങ്ങൾ. ആണോ? ആണ് നല്ലത്. ശരി. പിന്നെ എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്? എവിടെ വെച്ചാ? ജനിച്ചു കുട്ടി ആദ്യം എന്താ ചെയ്യാ? കാര്യം എന്തിന് ചോദിച്ചിട്ട് എന്തെങ്കിലും ആ കുഞ്ഞിനോട് എന്തിനാ കരഞ്ഞത്? നിങ്ങൾ കരഞ്ഞിട്ടല്ലോ, നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് എന്തിനാ കരഞ്ഞത്? ചോദിച്ചിട്ടോ? എന്റെ മുഖം പണ്ട ഞാൻ ചോദിച്ചിട്ട്. പക്ഷേ ഒരു കാലത്ത് എന്റെ അമ്മ എപ്പോൾ ഭക്ഷണം കഴിക്കണം, എപ്പോൾ കുളിക്കാൻ പോകണം, എപ്പോൾ ഉറങ്ങണമെന്ന് തീരുമാനിച്ചിരുന്നത് ഞാനാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ചിരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രം നല്ല കുട്ടികളാണെന്ന് കരുതണ്ട, അല്ലേ? അമ്മമാരെ അങ്ങേയറ്റം മുക്കൊണ്ട് ക്ഷാപരിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മുടെ സുന്ദരന്മാരെ നോക്കണം, നമ്മൾ ആ ടൈപ്പൊന്നും വേണ്ട, അല്ലേ? ഇതിനകത്തുള്ള ചില അന്നും ഇന്നും എന്നും അമ്മമാരെ മുക്കൊണ്ട് ക്ഷാപരിപ്പിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടത്തിയിരുന്നില്ലേ? നടത്തിയിരുന്നതാണോ? നാം ഒരു സമയത്ത് നമ്മുടേതായ കാര്യങ്ങൾ നാം നടത്തിയിരുന്നു. വലത് കിടന്ന് നാം പോകുമ്പോൾ കാഴ്ചകൾക്ക് ഭംഗി പോരാ,
പിന്നെ നമ്മൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ഒരു കുഞ്ഞെന്ത് ചെയ്യും? മലന്ന് കിടക്കുന്ന കുഞ്ഞെന്ത് ചെയ്യും? എന്തിനു ശ്രമിക്കും? കമഴ്ന്ന് കിടക്കാൻ ശ്രമിക്കും. എത്ര തവണ ശ്രമിക്കും? ഒന്നോ രണ്ടോ തവണ ശ്രമിച്ചു, നടന്നു മറുപടി നിർത്തും. അങ്ങനെയാണോ? പിന്നെ നാം അല്ലെങ്കിൽ ആ കുഞ്ഞ് കമഴ്ന്ന് കിടക്കുന്നത് നിർത്തുന്നത് കമഴ്ന്ന് കിടന്നതിന് ശേഷമാണ്. ആ കുട്ടി എപ്പോഴാണ് കമഴ്ന്ന് കിടക്കുന്നതിനുള്ള പരിശ്രമം നിർത്തുന്നത്? കമഴ്ന്ന് കിടന്നതിന് ശേഷമാണ്. എന്തെങ്കിലും നമ്മൾ അത്തരത്തിൽ നമ്മുടെ ലക്ഷ്യമൊന്നും നമ്മുടെ മനസ്സിൽ വന്നാൽ ആ ലക്ഷ്യപ്രാപ്തി വരെ നാം നിരന്തരം അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല. എവിടെയൊക്കെയോ നാം മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയൊക്കെയോ നമ്മുടെ ചെവികൾ കേട്ടു, നിന്നെ കൊണ്ടാവില്ല, നിനക്കാവില്ല, നിനക്കത് പറഞ്ഞിട്ടില്ല, നീ അത് ചെയ്യണ്ട. അങ്ങനെ ഈ നെഗറ്റീവ് കേട്ടു. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിലും അത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ വന്നു. എന്നെ കൊണ്ടാവില്ല, എനിക്കതാവില്ല, ഞാൻ ചെയ്താൽ മറ്റുള്ളവർ എന്തിനായിരിക്കും, മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവരെ നെഗറ്റീവായി കാണുമോ, ഇത്തരത്തിലുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വന്നു. നാം എവിടെയൊക്കെയോ നമ്മളെ ചെറുതായി കാണാൻ തുടങ്ങി. ശരിയല്ലേ? ആണോ അല്ലേ? അതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുള്ളതാണ്, എന്നെ കൊണ്ടതാവില്ല, എനിക്കത് പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മളോട് നെഗറ്റീവായി സംസാരിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ പറ്റാത്തത്. നാം നമ്മളോട് പോസിറ്റീവായി സംസാരിക്കണം, നാം നമ്മളെ കുറിച്ച് വലുതായി സംസാരിക്കണം, നാം നമ്മളെ റെസ്പെക്ട് ചെയ്യണം. സെൽഫ് റെസ്പെക്ട് ഈസ് ദ ബെസ്റ്റ് റെസ്പെക്ട് ഓഫ് ദ വേൾഡ്. നമ്മൾ ബഹുമാനിച്ചില്ല എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങൾ ബഹുമാനിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്ത് മറ്റാരും നിങ്ങളെ ബഹുമാനിക്കില്ല. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ കാണാൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾ ഒരു നല്ല വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഈ സമൂഹം നിങ്ങളെ നല്ലതായിട്ട് കാണില്ല. ആദ്യം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജന്മം മുതൽ ഇവിടെ വരെയുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ ചിലപ്പോൾ നിങ്ങളുടെ ചെറിയ ചെറിയ വിജയങ്ങളെ, നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ആരും കൃത്യമായ രീതിയിൽ ഒരുപക്ഷെ അനുമോദിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടി കൈയിട്ടിട്ടുണ്ടോ? നമ്മൾ കൈയടിക്കും. സ്വാഗതം ചെയ്യുന്ന സ്റ്റേജിലേക്ക് വരുന്നു, അയാൾക്ക് കൈയടിക്കും. അയാൾ സംസാരിച്ചു, അയാൾക്ക് കൈയടി മാത്രം. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൈയിട്ടിട്ടുണ്ടോ? എങ്കിൽ എന്റെ കുഞ്ഞനിയന്മാരോടും അനിയത്തിമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വിജയികളാണ് എന്ന് ആദ്യം നിങ്ങൾ വിശ്വസിക്കണം. ഇതിനു മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയ കൊച്ചു കൊച്ചു വിജയങ്ങളെ നിങ്ങൾ ആഘോഷമാക്കണം. അതിനുള്ള ഏറ്റവും മികച്ച സമയം ഉണ്ടായിരുന്നു, കഴിഞ്ഞുപോയി. എങ്കിൽ അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രപഞ്ചം മറ്റു ജീവികളായി സൃഷ്ടിക്കാമായിരുന്ന നിങ്ങളെ, പട്ടിയായോ പുഴുവായോ കൃമിയായോ കീടമായോ സൃഷ്ടിക്കാമായിരുന്ന നിങ്ങളെ പ്രപഞ്ചം നിങ്ങൾ സൃഷ്ടിച്ചത് മനുഷ്യനായിട്ടാണ്. അത് വലിയ വിജയമാണ്. ആ മനുഷ്യ കുഞ്ഞായി ജന്മമെടുക്കുന്നതിന് മുമ്പ് 10,000 മത്സരാർത്ഥികളെ പരാജയപ്പെടുത്തി നിങ്ങൾ മനുഷ്യ കുഞ്ഞുങ്ങളായി നിങ്ങൾ ജനിച്ചു. അത് വലിയ വിജയമാണ്. ആണ്. ഈ ജീവിതത്തിൽ നിങ്ങൾ നേടിയ ഓരോ വിജയത്തിനും നമുക്ക് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് അനുമോദിക്കാം. നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു കൈയടി കഴിച്ച് യഥാർത്ഥത്തിൽ നിങ്ങൾ ജീവിതത്തിൽ എവിടെയെല്ലാം വിജയിച്ചു, ഏതെല്ലാം സന്ദർഭത്തിൽ വിജയിച്ചു എന്ന് കൂടി മനസ്സിൽ ചിന്തിക്കുക. എന്നുള്ളത്
നമ്മുടെ ഈ വർഷത്തെ മാനസിക ആരോഗ്യ ദിനം കടന്നു പോകുന്നത് നാം ഇവിടെ വളരെ സുരക്ഷിതരാണ്, വളരെ കംഫർട്ടബിൾ ആയിരിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, കൈയടിക്കുന്നു. പക്ഷേ അത്തരത്തിലല്ല, അതല്ലാതെ വലിയൊരു ബുദ്ധിമുട്ടിലൂടെയും ഈ ലോകം കടന്നു പോകും. 2018 പ്രളയം ഉണ്ടായി, അല്ലേ? ഓർമ്മയുണ്ടോ? ആ പ്രളയ സമയത്ത് എത്ര പേർ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിച്ച വ്യക്തിയാണ്. അന്ന് പ്രൊഫസർ മനോജ് കുമാർ, അദ്ദേഹം GD വിജയകുമാർ DSPയുമായിരുന്ന സമയത്ത് അടുത്ത സുഹൃത്തുക്കളാണ്. കുറച്ച് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന, എന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ കരുത്തും കഴിവുമുള്ള ആത്മവിശ്വാസമുള്ള കുറച്ച് ചെറുപ്പക്കാരെ കൂടി ഒരു വോളണ്ടിയേഴ്സ് ടീം ഉണ്ടാക്കി. ആ ടീം പോലീസ് ഫോഴ്സിനെ സഹായിക്കാനായി രാത്രി സമയങ്ങളിൽ പെട്രോളിൽ പോകുന്നതിനിടയിൽ, അന്ന് പകൽ സമയത്ത് ക്ലിനിക്കിൽ എന്നെ ജോലി ചെയ്യും, രാത്രി ഇവരോടൊപ്പം പോവും. വളരെ കുറഞ്ഞ സമയത്ത് വന്നാൽ ഉറങ്ങാൻ കഴിയും. അന്ന് ഞാൻ താമസിച്ചിരുന്ന ആ സ്ഥലത്തെ പ്രസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റുമായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന ആളുകൾക്കുള്ള ഭക്ഷണം മറ്റൊക്കെ ചെയ്യാം. അങ്ങനെ വളരെ ആക്റ്റീവായിരുന്നു. അന്ന് ഉണ്ടായിട്ടുള്ള അനുഭവം അത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരുടെ തീയാണ്. നാം ഇത് ചെയ്യുന്നത് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത്തരത്തിലൊരു പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പ്രൊഫഷണൽസ് ആണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അത് പോകുന്ന സമയത്ത് നാം ആ പ്രവൃത്തിയുമായിട്ട് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് കയ്യടിയല്ല കിട്ടുക. ഒരിക്കലും നമുക്കതൊരു കയ്യടിയല്ല. വേറൊന്നല്ല, ഞാൻ പണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്, ക്ലോസ് ചെയ്യണ്ടെന്ന് പറയുന്നതാണ്. അത്രേ ഉള്ളൂ. അപ്പോ ആ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് ഒരു വീടിന്റെ ചുമരിടിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് വീട് കിടക്കാം. അപ്പോൾ ആ വീട്ടിലുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കണം. ആർക്കും അകത്തേക്ക് പോകാനും ധൈര്യമില്ല, പുറത്തേക്ക് വരാനും ധൈര്യമില്ല. പുറത്തെല്ലാം ഇരിക്കുന്നവരുടെ ബന്ധുക്കളാണ്. ഉടനെ വിളിക്കുന്നു, ജീപ്പിൽ ചെന്നിറങ്ങി, ഇവിടെ പോലീസുകാരുണ്ട്. അവസാനം ആ പറയുന്ന മനുഷ്യരെ പുറത്തെത്തിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ മാത്രം. അന്ന് എന്റെ ഭാര്യ പ്രസവിച്ചത് എന്റെ കുഞ്ഞിന് വിരലെണ്ണാവുന്ന ദിവസങ്ങളായിരുന്നു. ആ കുഞ്ഞും എന്റെ ഭാര്യയും അവരുടെ വീട്ടിലാണ്. ആ കുഞ്ഞിനെയും ഭാര്യയും അല്ല ഞാൻ ചിന്തിക്കേണ്ടത്, ഈ വീട്ടിലിരിക്കുന്ന ആളുകളുടെ രക്ഷിക്കുക, പുറത്തു കൊണ്ടുവരാമെന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഞങ്ങളില്ല. അപ്പൊ അതിൽ കുറച്ച് ചെറുപ്പക്കാരെ ചോദിച്ചത്, നിങ്ങൾ എന്തിനാ വന്നത്? നമ്മുടെ മുഖത്ത് നോക്കി സഹായിക്കാൻ ചെയ്യുന്ന നമ്മളോട് ചോദിക്കുന്ന നിങ്ങൾ എന്തിനു പോകും? ഞാൻ ആരും പോവാതിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല, ഞാനിക്കൊരു അനുഭവം. ഇതിൽ ചില ആളുകളൊന്നും അങ്ങനെ അല്ല എന്ന് പറയുന്നെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ അത്തരത്തിലൊരു സന്ദർഭത്തിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനം ചെയ്തിട്ടില്ല. ദുരിതാശ്വാസ പ്രവർത്തനം എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. അവരെ ചേർന്നു ഏകദേശം ആ വീട്ടിലുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ടെറസിലാണ് ഏകദേശം 2-3 അടി വീതിയുള്ള മറ്റൊരു ബിൽഡിംഗിലേക്ക് അവരെ ചാടാൻ പറയണം. പോലീസുകാരോട് ആരും പറഞ്ഞിട്ട് വരുന്നില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് അങ്ങ് മുന്നിലേക്ക് പോകണം. അവരോട് സംസാരിച്ച് ഏകദേശം 1 മണിക്കൂറോളം അവരോട് സംസാരിച്ചിട്ടാണ് പുറത്തു വരുന്ന സമയത്ത് ആരോഗ്യമുള്ളവരെയും ഇല്ലാത്തവരെയും 110 കിലോ ഈ വണ്ണമുള്ളവരെയെല്ലാം ഇക്കരയ്ക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം അവിടെ ചെന്ന ഞങ്ങൾ രണ്ടുപേരുടെ മാത്രമായി. എന്നിട്ട് സംഭവിച്ചത്, ഇവരെല്ലാം ഇറങ്ങി എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാതെ, കാരണം കുറെ ദിവസമായിട്ട് ഉറപ്പില്ല, ഇരുട്ടാണ്, അറിയില്ല. അവസാനം ഞാൻ അത് കിടന്ന് കറങ്ങാണ്. ഞാൻ വന്ന വഴി മറന്നു. ബാക്കി എല്ലാവരും കൊണ്ടുപോയി. കാരണം ഏറ്റവും ഫ്രണ്ടിലായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന കൊണ്ടുപോയി. പിന്നെ അവസാനം എന്നെ കാണാതായിട്ടാണ് അദ്ദേഹം വീണ്ടും വരുമ്പോൾ ഞാൻ ആകെ
കാരണം ഇത്രയും പേര് ഒരു 8-10 ആളുകളെ ഇങ്ങോട്ട് എത്തിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന സ്ട്രെസ് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞാൽ പതുക്കെ ഒരു കൈപിടിച്ച് കൊണ്ടുപോയി അവിടെ യാത്ര വഴിക്ക് അപ്പോഴും പറയുന്നുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ചായക്കടയിൽ ഒരു ചായ ഇതിന് ശേഷമാണ് ഒരു പണിയിലേക്ക് എത്തിയത്. കാരണം നമുക്ക് ഉണ്ടാക്കുന്ന സ്ട്രെസ്. അതുകൊണ്ടാണ് പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് പോകരുത് എന്നല്ല, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രോപ്പറായ കൃത്യമായ ട്രെയിനിങ്ങിന് ശേഷമേ പോകാവൂ. അതുകൊണ്ടാണ് ഭൂട്ടാൻ പറഞ്ഞത് ദയവായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം. കാരണം അറിയാത്ത ആളുകൾ പോയാൽ ഉറപ്പാവും. ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരു അനുഭവം പറഞ്ഞേ ഉള്ളൂ. ഈ പറയുന്ന ആ കുറച്ച് സമയത്തിനകത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തിരിയും. നമ്മുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അവന്റെ ദുരിതത്തിലേക്ക് നാം തലയിടുന്നതിന് മുമ്പായി പല കാര്യങ്ങളും നാം അറിയണം. ഒരു കുഴിക്കകത്തിരിക്കുന്ന വ്യക്തിയെ മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ആ കുഴിക്കകത്ത് ചാടിയാൽ നടക്കൂല. നടക്കൂ. കുഴിക്കകത്തുള്ള വ്യക്തിയെ കരയിൽ എത്തിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ കരയിൽ ഉറച്ചു നിൽക്കണം. അല്ലാതെ ആ വ്യക്തിയെ രക്ഷിക്കാനായി നിങ്ങൾ കുഴിയിലേക്ക് ചാടിയാൽ നിങ്ങളുടെ തോളത്ത് ചവിട്ടി ഒരുപക്ഷെ അയാൾ കുഴിയിൽ നിന്ന് പുറത്തു വരും. അപ്പൊ നിങ്ങൾ ആരും രക്ഷിക്കും? ചിന്തിക്കുക. അതിനർത്ഥം നമ്മൾ ആരെയും സഹായിക്കരുത് എന്നല്ല, സഹായിക്കുന്നതിന് മുന്നേ ഒരു വ്യക്തിയെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന കൃത്യമായ ശാസ്ത്രീയമായ വശങ്ങൾ നിങ്ങൾ ചെയ്യണം. ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഇന്ന് അതല്ല, അതിനുശേഷമാണ് പല മോക്ക് ടെസ്റ്റുകളും നടക്കുന്നു. അതിൽ പങ്കാളികളാവുക. ഈ സമൂഹം എപ്പോഴും ചിന്തിക്കുക, ഉത്തരവാദിത്തം എന്റേതാണ് എന്ന് ചിന്തിക്കാത്തിടത്തോളം ആ വ്യക്തിയുടെ ഭാരം മറ്റൊരാളുടെ തോളിൽ വയ്ക്കും. സമൂഹം ഭൂരിപക്ഷം ആളുകളുണ്ട്. ശരിയാണല്ലേ? ആണല്ലേ? നിങ്ങളും ഞാനും ഒക്കെ അടങ്ങുന്നതാണ് ഈ സമൂഹം. എന്റെ ഭാരം എന്റെ മാത്രം ഭാരമാണെന്നും ആ ഭാരം താങ്ങേണ്ടത് ഞാനാണെന്ന് എപ്പോഴാണ് ഞാൻ ചിന്തിക്കാത്തത്? എന്റെ ഭാരം ഞാൻ മറ്റുള്ളവന്റെ മേത്ത് വയ്ക്കും. അപ്പൊ എന്റെയും കൂടി ഭാരം ആര് ചുമക്കേണ്ടി വരും? മറ്റുള്ളവർ ചുമക്കേണ്ടി വരും. അത്തരത്തിൽ ചുമക്കാതിരിക്കണമെങ്കിൽ നാം നമ്മുടെ ഭാരം ചുമക്കാൻ തയ്യാറാവണം. അങ്ങനെ സ്വന്തം ഭാരം ചുമക്കാൻ തയ്യാറുള്ള യുവതലമുറയെ നാം വാർത്തെടുക്കണം. അപ്പോൾ മാത്രമേ നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് സമൂഹത്തിൽ ഒരുവൻ ഒറ്റപ്പെട്ടു പോകുന്നതും ഒരുവനെ ഒറ്റപ്പെടുത്തുന്നതും ഏറ്റവും വലിയ ദുരന്തമാണ്. അതിനെന്ത് ചെയ്യണം? സദാ ഒരു 4-5 പേരെ പുറത്തുകൂടി നടക്കുക ആണോ? നിങ്ങൾ പഠിക്കേണ്ടത് ഏകനായി സഞ്ചരിക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കേണ്ടത് എന്താ? ഏതാ ഏറ്റവും എളുപ്പം? ഏതാ? എന്നും ഒരു 4-5 പേരെ കൂടി എന്റെ കൂടെ എന്നും ഇവരൊക്കെ സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതാണോ നല്ലത്? ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? ഒറ്റയ്ക്ക് ജീവിതത്തിൽ എന്തിനേയും നേരിടാൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കുക. നിങ്ങൾ സഞ്ചരിക്കേണ്ടത് ഒറ്റയ്ക്കാണ്. ഈ ജീവിതത്തിൽ ഏതിനെയും നേരിടേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വന്നത് നിങ്ങൾ അത്തരത്തിലുള്ള നിങ്ങളെ പോലെ തന്നെ കുഞ്ഞുങ്ങളാവാൻ കഴിവുള്ള ആ മത്സരാർത്ഥികളെ പരാജയപ്പെടുത്തി നിങ്ങൾ വിജയിച്ചത് ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ വിശപ്പ് നിങ്ങളുടെ മാത്രം വിശപ്പാണ്. ഞാൻ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ വിശപ്പ് മാറൂ. ഞാൻ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ദാഹം മാറില്ല. മാറണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ തന്നെ വെള്ളം കുടിക്കണം. അല്ലേ? ഞാൻ ഉറങ്ങിയാൽ നിങ്ങളുടെ ക്ഷീണം മാറും. നിങ്ങളുടെ ക്ഷീണം മാറണമെങ്കിൽ നിങ്ങൾ വിശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എന്നൊരു സംഭവം വരുന്നു. അല്ലേ? അപ്പോൾ ഈ ഞാനെ ഈ എന്നെ അത് മികച്ചതാക്കാൻ മികവുറ്റതാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരു കേസ് നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ അതിന് ഒറ്റയ്ക്ക് നേരിടാൻ നിങ്ങൾ പ്രാപ്തമാവണം. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ വിതയ്ക്കുന്നത്
നിങ്ങൾ അതിന്റെ എസൻസ് ആസ്വദിക്കണം. അതുകൊണ്ടാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്റെ യുദ്ധം നയിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് മറ്റുള്ള ഈ സൈന്യാധിപന്മാരിൽ നിന്നും ബോണപ്പാർട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ബോണപ്പാർട്ട് എന്നും തന്റെ കൈകൾ പുറത്തേക്ക് കെട്ടി തോളുകൾ പുറകിലാക്കി തലയുയർത്തി പിടിച്ച് നടക്കുന്ന ഒരു യോദ്ധാവാണ്. കാരണം അദ്ദേഹം പൊക്കം കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെ നടന്നാലേ ഞാനൊരു ആളാണ് എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ കൂർത്ത തൊപ്പിയും അതേപോലെ തന്നെ നെഞ്ചി വിരിച്ചിട്ടാണ് നടന്നത്. കാരണം പൊക്കം കുറവാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് യുദ്ധം കഴിഞ്ഞ് ഒരു കുന്നിന്റെ പുറത്ത് ഒരാൾ അവിടെയാണ് ടെന്റ്. അപ്പൊ അങ്ങ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കടത്തി വെട്ടി ഒരു ശിപ്പായി ആ കുന്നിന് മുകളിലേക്ക് ഇരുന്നു. അപ്പോൾ ഇദ്ദേഹം എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അവരാണ് ആദ്യം എത്തിയത്. പക്ഷെ ക്യാപ്റ്റൻ അല്ല, തോറ്റു കൊടുക്കാൻ പറ്റൂല. അങ്ങനെ ദയർത്തു കുളിച്ച് തന്റെ സകല ശക്തിയും എടുത്ത് ബോണപ്പാർട്ട് ഒപ്പം എത്തി. എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം അവരോട് ചോദിച്ചു, എന്തുകൊണ്ടോ എങ്ങനെയാണ് തനിക്ക് ഇത്രയും എനർജി? ഈ എനർജി യുദ്ധത്തിൽ കാണുന്നില്ല അവിടെ, പക്ഷെ ഈ കുന്നിന് മുകളിലേക്ക് കയറാൻ അത്രയും എനർജി ആയിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞൊരു ഉത്തരം, സർ, ഞാൻ താഴെ നിന്ന് ഈ കുന്നിൻ മുകളിലേക്ക് നോക്കുമ്പോ എന്റെ മനസ്സിൽ ചിന്തിച്ചത്, ആ കുന്നിൻ മുകളിൽ എത്തിയാൽ പിന്നെ വിശ്രമമാണ്, പിന്നെ യുദ്ധം ചെയ്യണം. ഈ പറയുന്ന കൂട്ടും ഈ വാളും തോക്കും ഈ വക സാധനങ്ങളെല്ലാം എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം മാറ്റി വെച്ച് എനിക്ക് വിശ്രമിക്കാം. മറ്റേത് പറ്റൂല. കാരണം എങ്ങനെയാണ് ഓർഡർ ഡിസിപ്ലിനിൽ നിൽക്കാവോ, അങ്ങനെ ഇരിക്കാവോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ സുഖത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. സുഖത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആ ഗുണത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, എനിക്ക് ഞാൻ ഇവിടെ ചെയ്യുന്ന ഈ ജോലി, അതൊരു ജോലി അല്ലെങ്കിൽ ആ പ്രവൃത്തി, ആ മലമുകളിലേക്ക് ഓടിക്കയറുക എന്നുള്ള പ്രവൃത്തി എനിക്ക് വളരെ എളുപ്പമായി. നാം ചിന്തിച്ചു തുടങ്ങേണ്ടത് നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് നിങ്ങൾ ശങ്കിക്കരുത്. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എന്ത് നിങ്ങളിൽ ഇല്ല എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളിൽ എന്ത് അവശേഷിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ കഴിയില്ല. ക്യാപ്റ്റന് താഴെ തീരെ സാധിക്കില്ല. അങ്ങനെ സമ്മർ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന, ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 28. 1938 ഹംഗറി എന്ന രാജ്യത്ത് നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. അപ്പൊ അതിൽ പിസ്റ്റൾ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ റെക്കോർഡോടുകൂടി ഒരു വ്യക്തി സ്വർണം നേടുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു, ഈ വ്യക്തി നാളെ നമ്മുടെ രാജ്യത്തിന്റെ വാഗ്ദാനമാണ്, അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സ്വർണം കൊണ്ടുവരും. അങ്ങനെ ആ പറഞ്ഞ് എവിടെയെല്ലാം മത്സരിക്കുന്നു അദ്ദേഹത്തിനെല്ലാം ഗോൾഡാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വലങ്കൈ അറിയപ്പെട്ടത് ദ ഗോൾഡൻ ആം എന്നാണ്, സ്വർണ്ണക്കൈ. പക്ഷെ 1938 അവസാനത്തോടുകൂടി ആ വർഷം നടന്ന പട്ടാള ക്യാമ്പിൽ, പരിശീലന ക്യാമ്പിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു ഹാൻഡ് ഗ്രനേഡ് പൊട്ടിത്തെറിച്ചു. ഈ ബോംബ് എറിയുന്നതിനിടയിൽ അത് കയ്യിൽ പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ കൈ അറ്റുപോയി. പരിക്ക് പറ്റി അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവസാനം അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് ജോലിയിൽ നിന്നും പോവുക എന്നാണ്. അദ്ദേഹം ഇങ്ങോട്ട് പോയിരുന്നു, എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. 1939 വീണ്ടും അതേപോലെ ഒരു ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സമയത്ത് ഒരു കൈയില്ലാത്ത വ്യക്തി അങ്ങോട്ട് വരുന്നു. അവിടെ കണ്ട എല്ലാവർക്കും അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാണ്. ആ ചാമ്പ്യനാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തെ എല്ലാവരും സ്വീകരിച്ചു, വേദിയിലിരിക്കുക. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വേദിയിലിരിക്കണം, ഈ മത്സരം കഴിഞ്ഞേ പോകാവൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉത്തരം എല്ലാവരെയും കേൾപ്പിച്ചു. എല്ലാവരും സ്തബ്ധരായി. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉത്തരം? അതൊക്കെ തന്നെയായിരുന്നു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? എന്തായാലും പറഞ്ഞു, വളരെ സംഭവം ഞാൻ എന്തായാലും അത് അംഗീകരിക്കുന്നു. ഞാൻ ആൾക്കാരെ പറഞ്ഞില്ല, അതിന്റെ സമയത്ത് പുറത്ത് ഞാൻ നിന്നപ്പോൾ ഒരു പരിചയം പുതുക്കാൻ വന്നതാണ്. കാരണം ക്ലാസ് ഞങ്ങൾ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അപ്പൊ അതിനൊരു വീട് ആവർത്തിച്ചാൽ കുടുങ്ങി പോകുമല്ലോ, കാരണം ഒരു പുതുമ വേണ്ടേ. അപ്പൊ സാറ് പേടിക്കണ്ട, ഞങ്ങൾ ആ കേട്ടതൊക്കെ അപ്പം തന്നെ ഞങ്ങൾ മറന്നു. അപ്പൊ അങ്ങനെ ഈ ക്ലാസ്, കഴിഞ്ഞ ക്ലാസ് കേട്ടത് അന്ന് അപ്പം തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാർ ഉള്ളതുകൊണ്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും പുതിയ ആർക്കെങ്കിലും ഉത്തരം പറയണ്ടെങ്കിൽ പറയാം. എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും? ഒറ്റക്കൈയായ ഒരു വ്യക്തി അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ ഇരുന്ന് ഈ മത്സരം കാണണമെന്ന് പറഞ്ഞവരോട്, ആ പറഞ്ഞവരെല്ലാം ഞെട്ടണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും?
ലോജിക്ക് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ മത്സരിക്കാൻ വന്നതാണ്. അദ്ദേഹം പറഞ്ഞെന്താ? ഞാൻ മത്സരിക്കാൻ വന്നതാണ്. മറ്റുള്ളവർ കരുതി ഒരു കൈയില്ലാത്തവന് മത്സരിക്കാൻ സാധിക്കില്ല. അത് തന്നെയാണ് സമൂഹത്തിന്റെ പ്രശ്നം, അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. മറ്റുള്ളവർ പറയുന്നത് നിനക്ക് വലത്തെ കൈയില്ല, നിനക്ക് മത്സരിക്കാൻ പറ്റില്ല. ശരിയാണ്, എനിക്ക് വലത്തെ കൈയില്ല, മത്സരിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ചെയ്തത് എങ്ങനെ എനിക്ക് എന്റെ വലത്തെ കൈ പോയാലും എനിക്ക് അവശേഷിക്കുന്ന ഇടത്തെ കൈ കൊണ്ട് എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്താമെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് അദ്ദേഹം ആ മത്സരത്തിൽ പങ്കെടുത്തത്. മാത്രമല്ല 1939 നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ താൻ തന്റെ പേരിൽ കഴിഞ്ഞ വർഷം കുറിച്ച ആ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് പുതിയ റെക്കോർഡ് അദ്ദേഹം ഇട്ടു. 1939 ചാമ്പ്യൻ അദ്ദേഹമായിരുന്നു. ആ രാജ്യം അദ്ദേഹത്തെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ 1940-ലും 1944-ലും നടക്കാനിരുന്ന ലോക മഹായുദ്ധം കാരണം ഒളിമ്പിക്സ് മാറ്റിവെച്ചു. അദ്ദേഹം വീണ്ടും മത്സര രംഗത്തെത്തുന്ന 1948-ൽ 38 വയസ്സുള്ളതിക്ക് 10 വർഷം അദ്ദേഹം അതിനുവേണ്ടി കാത്തിരുന്നു. 1948-ലും 1952-ലും നടന്ന ഒളിമ്പിക്സ് മത്സരങ്ങളിൽ അദ്ദേഹത്തിനായിരുന്നു സ്വർണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട് എന്നതല്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. ആർക്കാണോ മികച്ച മനോഭാവമുള്ളത് ആ വ്യക്തികൾ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. വീണ്ടും നിങ്ങളെ ഒരു കാര്യം പറയാൻ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരിതം ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തുന്നതാണ്. ഏറ്റവും വലിയ ദുരിതം ഒരു വ്യക്തി ഒറ്റപ്പെട്ടു പോവുക. അതിനപ്പുറം വലിയ ദുരന്തങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയ ദുരിതമാണ്. നാം കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നാം നമ്മളോട് ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ എന്തൊക്കെയാ? ഒരുമിച്ച് ചോദിച്ചാലോ? Am I alive? Say yes or no. Yes. Yes or no? Yes. Okay, നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. 1 loudly. Am I alive? Yes. ഞാൻ എന്റെ കാര്യം ചോദിച്ചു, നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന ഉത്തരം പറയണം. ശരി. ഓ യെസ് പറയണം. നിങ്ങൾ ചോദിക്കും. ഒരുമിച്ച് ചോദിക്കാം. Okay, start. Am I alive? Yes. Yes. Very good. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? Am I safe? Am I safe? Yes. Yes. Am I okay? Yes. അതിന് നിങ്ങൾ മാത്രം പറഞ്ഞാൽ 1 2 3 പറയും. Okay, 1. Am I alive? Yes. Am I safe? Yes. Am I okay? Yes. ഇത് മൂന്നും yes ആണെങ്കിൽ we are the most luckiest persons on the planet Earth. Do you agree with me? Yes. Anyway, തീർച്ചയായും ഞാൻ എന്റെ ഈ മനോമിത്രയുടെ യാത്ര തുടങ്ങുന്നതിന്റെ ഒരു വേൾഡ് മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. 2010 സെപ്റ്റംബർ മാസം 6-ാം തീയതി മനോമിത്രയുടെ ഭാഗമാണ്. അന്ന് 10-10-10 വളരെ രസമല്ലേ? അന്ന് ആ പരിപാടി അന്നത്തെ എന്റെ സുഹൃത്തും MLA-യുമായിരുന്ന KK ദിവാകരനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് മുതൽ എല്ലാ വർഷവും തുടങ്ങാതെ ഇവൻ കോവിഡിന്റെ സമയത്ത് പോലും മനോമിത്രയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ സെമിനാറുകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഞാൻ സംസാരിക്കുന്നത്, ഈ വേദിയിൽ നിന്ന് ഇറങ്ങുന്നത് മനോമിത്രയിൽ നിന്നും മനോമിത്രയുടെ ഭാഗമായി സംസാരിക്കുന്ന അവസാനത്തെ സെമിനാറാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. വരുമ്പോൾ മനോമിത്രയുടെ ഭാഗമായി വന്ന് ഞാൻ പുറത്തു പോകുന്ന സമയത്ത് മനോമിത്രയുടെ ഭാഗം അല്ലാതെ പോകുന്നു. അതിനർത്ഥം ഞാൻ നോട്ടീസ് പീരീഡിലായിരുന്നു, നോട്ടീസ് പീരീഡ് കഴിയുന്നു. തീർച്ചയായിട്ടും അത് മനോമിത്ര ആ അവസാന ദിവസം ഈ ഒരു സെമിനാറിന്റെ ഭാഗമാകാനിരിക്കുന്ന ആ അതിമനോഹരമായ ഈ ഒരു വേദി എന്തുവിന് മനസ്സിലുണ്ടാവും? മനോമിത്രയ്ക്ക് അതിനുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രയാണങ്ങളിൽ എല്ലാവിധത്തിലുള്ള വളർച്ചയും ഉയർച്ചയും ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് തീർച്ചയായും ഈ വേദിയിലേക്ക് മനോമിത്രയുടെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഞാൻ അതല്ലാതെ ഈ വേദിയിൽ നിന്നും ഞാൻ ഇറങ്ങുന്നു. നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു, ഈ മനോമിത്രയ്ക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മനോമിത്രയ്ക്ക് തന്ന എല്ലാ സേവനങ്ങൾക്കും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു, വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.